മാത്രമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെഡ് നോട്ടാണ്. ഹെഡ് നോട്ട് എന്ന് പറയുന്നത് ഇറ്റ് റിട്ടൺ ബിലോ ദ ടൈറ്റിൽ. അത് എന്താണ്? ടൈറ്റിലിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ക്ലാരിഫൈ ദ കണ്ടന്റ് ടേബിൾ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഇൻ റുപ്പീസ് ഇൻ തൗസൻഡ്സ് ഓഫ് റൈറ്റ് ബ്രാക്കറ്റ് ഇൻ റൈറ്റ് സൈഡ്. അത് ഹെഡ് ഓഫ് ദ അത് പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രിഫറേറ്ററി നോട്ട്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹെഡ് നോട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റബാണ്. സ്റ്റബ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഇൻ ഹെഡ് ആൻഡ് സബ് എൻട്രീസ്. അതായത് ഹെഡ് ആയിട്ടുള്ളതും സബ് എൻട്രീസും ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇതിൽ ഡാറ്റ എന്ന് പറയുന്നത് സബ് എൻട്രീസ് എന്ന് പറയുന്നത് ബിലോ ആയിട്ടുള്ളതും പിന്നെ ലെവൽ ഗിവൺ ഡാറ്റാസ് എന്ന് പറയുന്നത് പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് റോ. ഇങ്ങനെ റോ ഇതിലായിട്ടുള്ള ഇതായിരിക്കണം സ്റ്റബ് എന്ന് പറയുന്നത്. പിന്നെ മെയിൻ ബോഡി അതിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമുക്കിൻ്റെ ബോഡി എന്ന് പറയുന്നത് ന്യൂമറിക്കലി ഇൻഫോർമേഷൻസ് ആണ് അതിൻ്റെ മെയിൻ ബോഡി എന്ന് പറയുന്നത്. പിന്നെ ഫുട് നോട്ടാണ്. ഫുട് നോട്ട് എന്ന് പറയുന്നത് ക്വാളിഫയിങ് സ്റ്റേറ്റ്മെൻറ്റ് പ്ലേസ്ഡ് ബോട്ടം ഓഫ് ദ ടേബിൾ ആണ് എൻ്റെ ഫുട് നോട്ട് എന്ന് പറയുന്നത്. ഫുട് നോട്ട് എന്ന് പറയുന്നത് അതായത് ഡാറ്റ ഓർ ഇയർ ഈസ് നോട്ട് അവൈലബിൾ ദെൻ ഈസ് മെൻഷൻഡ് ഇൻ ദ ബോട്ടം ഓഫ് ദ ടേബിൾ. അത് നമ്മളിപ്പോൾ കോൾസ് ഒക്കെ വെച്ചാൽ കാണാം അതുപോലെയുള്ളതാണ്. സോഴ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് മെൻഷൻ സോഴ്സ് ഓഫ് ഡാറ്റ പ്രസൻറ്റഡ് ഇൻ ദ ടേബിൾ. It help reader to look original source of himself within subject make present table in a reliable. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഏതിലുള്ളത്. ഒരു ടേബിൾ ഓഫ് പേർപ്പസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടേബിളിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടേബിൾ നമ്പേഴ്സ് ഉണ്ടായിരിക്കണം, ടൈറ്റിൽ ഉണ്ട്, ഹെഡ് നോട്ട്സ് ഉണ്ട്, സ്റ്റബ്, മെയിൻ ബോഡി, ഫുട് നോട്ട്സ്, സോഴ്സ് ഓഫ് ഡാറ്റ. ഇത്രയും കാര്യങ്ങളാണ് ഏതിലുള്ളത്? ടേബിളിൻ്റെ പേർപ്പസ് എന്നതിലുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് ടേബിളിൻ്റെത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബാർ ചാർട്ടുകളാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബാർ ചാർട്ടാണ്. ബാർ ചാർട്ട് ഓർ ഡയഗ്രാംസ്. അപ്പോൾ ടേബിൾ എന്താണെന്ന് അറിയില്ല. നെക്സ്റ്റ് ബാർ ചാർട്ടാണ്. ബാർ ചാർട്ട് എന്ന് പറയുന്നത് ഡിഫൈൻ ആസ് എ തിക്ക് ലൈനെയാണ് എന്തെന്ന് പറയുന്നത് ബാർ ചാർട്ടുകൾ എന്ന് പറയുന്നത്. ഇറ്റ് അറ്റൻഷൻ ടു ദ റീഡേഴ്സ് ബീങ് ഷോസ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ വി വാണ്ട് ടു പ്രസന്റ്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡയമെൻഷനായിട്ട് ഡയഗ്രാംസ് വരയ്ക്കുന്ന തരത്തിലുള്ളതാണ് ഏതെന്ന് പറയുന്നത് ബാർ ചാർട്ടുകൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ബേസ് ഇൻ വിത്തൗട്ട് ടേക്കൺ ഇൻ ടു ആൻ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലാണുള്ളത് ബാർ ചാർട്ടുകൾ എന്ന് പറയുന്നത്. ഒന്ന് സിമ്പിൾ ബാർ ചാർട്ട്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിംഗിൾ ബാർ ചാർട്ട്, സിമ്പിൾ ബാർ ചാർട്ട് ആൻഡ് മൾട്ടിപ്പിൾ ബാർ ചാർട്ട്. സിമ്പിള്, മൾട്ടിപ്പിൾ. അപ്പോൾ സിമ്പിള്, മൾട്ടിപ്പിൾ ബാർ ചാർട്ടുകളാണ് ഉള്ളത്. ഈ സിംഗിൾ ബാർ ചാർട്ട് എന്ന് പറയുന്നത് വേർട്ടിക്കൽ ലൈൻസിനാണെന്ന് പറയുന്നത്. വേർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ്. നോർമലി വേർട്ടിക്കൽ ബാർസ് ആർ ഓഫൺ യൂസ്ഡ് ടു ലെസ്. അതായത് ഇപ്പോൾ ഒരു ഇതൊരു എപ്പോഴും അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ബാർ ചാർട്ടുകൾ ഇങ്ങനെയുള്ളത്, അതായത് ഓരോ 0.1 2 3 4 5 ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വരച്ചാണ്. അപ്പം ഇങ്ങനെയുള്ള ഇപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ പിന്നെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റിൻ്റെ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് നമുക്ക് കണ്ടൻറ്റ് തരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? അതൊരു ബാർ ചാർട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഒരു ഇതിലെന്ന് വെച്ചാൽ ഇതിലെപ്പോഴും എന്താണ് അതെന്താണോ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഇതാണ്. ഇവിടെയാണ് നമ്മളെപ്പോഴും ഇത് ക്വാണ്ടിറ്റികൾ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇപ്പോൾ എ എന്നുള്ള ഇതിൻ്റെ പ്രൊഡക്ഷനിലാണെങ്കിൽ അതിൻ്റെ വേരിയേഷൻസ് ഇത്ര പെർസെൻറ്റേജ്, ഇതിപ്പോൾ 100 ആണ്, 10 ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻസ് ഇങ്ങനെ ബാർ ചാർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് വേർട്ടിക്കൽ ആയിട്ടുള്ളത്, പിന്നെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ബാർ ചാർട്ട്, അതായത് നേരെ ഇങ്ങനെയുള്ളത്. ഇതിലുള്ള വെർട്ടിക്കൽ ബാർ ചാർട്ടുകളുമാണ് ഉള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ബാർ ചാർട്ടാണ്. മൾട്ടിപ്പിൾ ബാർ ചാർട്ട് എന്ന് പറയുന്നത്
റെപ്രസെൻറ്റ് മോർ ദാൻ വൺ ഇൻ്റർ റിലേറ്റഡ് സീരീസിൻ്റെ ഡാറ്റ ഓർ അതായത് ഒന്നിൽ കൂടുതൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഡയഗ്രാംസ് അല്ലെങ്കിൽ ബാർ ചാർട്ടുകൾ വരയ്ക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ബാർ ചാർട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ബാർ ചാർട്ടറിൽ ഇതെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കണ്ടൻറ്റ് ഉൾപ്പെടുത്തണമെങ്കിൽ തന്നെ ഇതിൽ കണ്ടൻറ്റ് ഉൾപ്പെടുത്തണമെങ്കിൽ തന്നെ അതിൻ്റെ 2 3 ബാർ ഇതിൽ തന്നെ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ നമുക്കതിൽ ആ ഡയഗ്രാംസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കതിൻ്റെ പ്രൊഡക്ഷൻസിനെ കുറിച്ചിട്ട് അതിൻ്റെ വേരിയേഷൻസിനെ കുറിച്ചിട്ട് നമുക്ക് ഏതിൽ മനസ്സിലാക്കാം ഈ മൾട്ടിപ്പിൾ ബാർ ചാർട്ടറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ബാർ ചാർട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പോണൻറ്റ് ബാർ ചാർട്ടറാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പോണൻറ്റ് ബാർ ചാർട്ടാണ്. കമ്പോണൻറ്റ് ബാർ ചാർട്ടർ എന്ന് പറയുന്നത് എ സിമ്പിൾ ബാർ ഡയഗ്രാം എബോവ് പ്രസൻറ്റ് ഓൺലി ഇൻ വേരിയബിൾസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നത് അത് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് കമ്പോണൻറ്റ് ബാർ ചാർട്ടർ എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ വേരിയബിൾസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സീരീസ് ആയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് കമ്പോണൻറ്റ് ബാർ ചാർട്ടറുകൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു യൂണിവേഴ്സിറ്റി ലെവലിൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ തലത്തിൽ എക്സാമിനേഷൻസിൻ്റെ ഇതാണെങ്കിൽ എക്സാമിനേഷൻസിൻ്റെ വാല്യുവേഷൻ്റെ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡൻസിൻ്റെ ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അതിൽ ഒരു 3 യൂണിവേഴ്സിറ്റീനെ കുറിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 3 ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്പോൾ അതിനെ 3 ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് ഒന്നിൽ കൂടുതൽ ഡാറ്റകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഇത് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് കമ്പോണൻറ്റ് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. ഈ കമ്പോണൻറ്റ് ബാർ ചാർട്ടിൻ്റെ ചാർട്ടുകൾ എന്ന് പറയുന്നത്